വേണ്ടിയിട്ട് അപ്പൊ അതെങ്ങനെ അറിയാം? എടുത്ത് നോക്കാം. അറിയണ എടുത്തു നോക്കും. ആ എടുത്തിട്ട് നോക്കാം. അതിനാണല്ലോ ഇതുള്ളൂ കമ്പ്. ചട്ടകത്തിന്റെ മേലെ ഇതറിയുമല്ലേ? എടുത്തു നോക്കി നോക്കാൻ നോക്കിക്കോട്ടെ. ഇങ്ങനെ എടുത്താൽ മതി. ഇതാണ് ചെറുങ്ങനെ ചൂട്. ചെറുങ്ങനെ ഉണ്ടാവുള്ളൂ, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട്. ഇതായോ അപ്പോ? ആയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഒന്നും കൂടെ ആവണ്ട. ഒരു 5 മിനിറ്റ് കൂടെ. 5 മിനിറ്റ്. അപ്പോഴത്തേക്കും അടുത്തത് വെച്ചിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് അലുവയ്ക്കുള്ള വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ടില്ലല്ലോ എന്താ പ്രോസസ്സിന്റെ സ്റ്റാർട്ടിങ് ഒന്നും. നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഒന്ന് മൊത്തം കണ്ടല്ലോ. അതേ ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ഇട്ട് ഒന്ന് കുറുക്കി എടുക്കുകയാണ് ആദ്യം. അതിൻ്റെ ഇടയ്ക്ക് തിളച്ച എണ്ണ അവർ മറ്റേന്നെടുത്ത് മാറ്റുന്നുണ്ട്. ഇത് ശരിക്കും ഇതിനകത്തോട്ട് ഒഴിക്കണം എന്തിനാ? അതെടുത്തിട്ട് വീണ്ടും നമ്മൾ എടുക്കുമല്ലേ? തിളച്ചെണ്ണ കോരി മാറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ അലുവ എടുക്കണ്ട്. ചേട്ടാ ഇതാരെങ്കിലും എടുക്കുമോ? എനിക്ക് അലുവ കാണണം. ഇവിടെ അലുവ കോരുന്നുണ്ട്. എന്ത് രസമായിരിക്കും ഇപ്പൊ കൈയിട്ട് വാരി കഴിഞ്ഞാൽ. തിളച്ചിരിക്കുന്നത്. ഇത് ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോണേ? ഇനിയിപ്പോ നമ്മള് ട്രേയിലേക്ക് മാറ്റും. ഇവിടെ ട്രേയിലേക്ക് മാറ്റും. ട്രെയിൽ ഓൾറെഡി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ്, കാഷ്യൂസ്, ടൂട്ടി ഫ്രൂട്ടി എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചുരണ്ടി അങ്ങ് എടുക്കുകയാണ്. നമ്മുടെ കോഴിക്കോടൻ ഹലുവ. എല്ലാ ചെറിയൊരു തരി വരെ അവരത് എടുക്കും. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇരിക്കുമല്ലോ, ഉറക്കുമല്ലേ? ഇല്ല, ഉറക്കുന്നതിന്റെ മുമ്പായിട്ട് തന്നെ മാറ്റണം. ഇല്ലെങ്കിൽ പ്രശ്നമാണ്, സെറ്റാവാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? സെറ്റാണല്ലോ ആ ട്രെയുടെ ഷേപ്പും ബാക്കിയുള്ള തന്നെ ഐഡിയ. എന്തായാലും ഇതിപ്പോൾ മാറ്റുമോ അതോ? ഇപ്പം മാറ്റും. അപ്പം തന്നെ മാറ്റൂല. നമ്മളവിടെ മൈദ മാവ് എടുക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ വേണ്ടി ആദ്യം ശർക്കര അല്ല പഞ്ചസാര പാനി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ കുറുക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിനും കൂടി അതിൻ്റെ പൊക്കത്ത് ഒഴിക്കുമല്ലേ? എണ്ണ കണ്ടല്ല എണ്ണ. നമ്മൾ ട്രെയിലോട്ട് മാറ്റാൻ വേണ്ടി പോവുകയാണ്. അതിനുമ്പോ അവിടെ മാവ് ഒഴിക്കാൻ പോണു. മാവ് ഒഴിക്കല്ലേ, നമ്മുടെ വൈറ്റ് വാഷ് അടിക്കാൻ പോകുന്നത്. ഞാനതോട്ട് മാവ് ഒഴിക്കുക, മൈദമാവ് ആദ്യം കുറച്ച് ഒഴിക്കണം അല്ലേ? ചോപ്പയില് ഉണ്ടാക്കുന്ന അലുവയ്ക്ക് കളർ വയ്ക്കുന്നത് ഇത് കളർ എഡിബിൾ കളേഴ്സ് ഒഴിച്ചാണ് ഇങ്ങനെ കളർ വയ്ക്കുന്നത്. ചുവപ്പ, പച്ച, നീല, മഞ്ഞ, പച്ച, കറുപ്പ. ഇത് അടുത്ത സെറ്റ്. ദൈവമേ, ഇത് ഞാൻ എവിടെയൊക്കെ പോകും. ഇങ്ങനെ ട്രേയിലോട്ട് എടുത്ത് ഇങ്ങനെ മരത്തിയടിക്കും. ഇത് ഏകദേശം നമ്മളൊരു ട്രേ എത്ര കിലോ വരും ചേട്ടാ? 11 കിലോ. ഇത് ഈ ഒരു ട്രേയിൽ 11 കിലോ അലുവ ഉണ്ട്. എല്ലാം കൂടി അങ്ങോട്ടെടുത്ത് തേച്ച് ഇങ്ങനെ മരത്തിയടിക്കുകയാണ്. കാണാൻ എന്താ ഭംഗി, രുചിയോ അതിലും കൂടുതൽ. ഷേപ്പാക്കി എടുക്കാൻ വേണ്ടി അവരുടെ നമ്മുടെ ജാറ് കൊണ്ട് നല്ല അമുക്കുന്നുണ്ട്. മക്കെന്ന് കുത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്യുമല്ലോ പൊക്കത്ത്. ഇവിടെ റോൾ ചെയ്യുന്നുണ്ട് ചേട്ടാ. അടുത്ത് ഒഴിക്കുമ്പോൾ ദൈവമേ ഒഴിച്ച് അടുത്ത വീണ്ടും ഒഴിച്ചിട്ടുണ്ട് മൈദമാവ്. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയിരുന്നു, കണ്ടല്ലോ ആദ്യം തൊട്ട് ഇവിടം വരെ. അപ്പോൾ ഇത് ആക്കി വെച്ചപ്പോഴാണ് നമ്മൾ കയറി വന്നത്. അപ്പോൾ അതായിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും. ഇപ്പോൾ വെളിച്ചെണ്ണ വരും. വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. ഇത് അടുത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് കുറുക്കി എടുക്കുക അല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റൈലാണ് നമ്മൾ വന്നത്. അപ്പോൾ അത്രയും കണ്ടല്ലോ, മനസ്സിലാക്കിയില്ലേ? നമുക്ക് അവിടെ മറ്റേ റോളിംഗ് സെക്ഷൻ ഉണ്ട്, അങ്ങോട്ട് പോവാം. എടുത്ത് വെക്കുകയാണല്ലേ?
അവിടെ കൊണ്ട് എടുത്ത് വെക്കുകയാണ്. ഇത് വെച്ചിട്ട് എപ്പോഴാണ് നമ്മൾ വാങ്ങുന്നത്? എപ്പോഴാണ്? നാളെ രാവിലെ set. ഒരു ദിവസത്തെ ഇൻ്റർവെല്ലാണ് അത്. ഇന്ന് ഈ സമയത്ത് നമ്മൾ ഉണ്ടാക്കി അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് നാളെ ഇതേ ദിവസം തന്നെ ഇതേ ദിവസം പറ്റില്ലല്ലോ, അതിൻ്റെ പിറ്റേ ദിവസം നമ്മളെടുക്കും. ഞാനും പരത്തിയെടുത്ത് കുറച്ച്. ഇവിടെ കണ്ടില്ലേ ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഒരു മെഷീനെ പോലെ തന്നെ ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് അവർ ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അലുവ അങ്ങനെ ആവുന്നുണ്ട്. ഇപ്പോൾ ഇത് അടുത്ത് ഇതെന്താ കറക്റ്റ്? ഡ്രൈ ഫ്രൂട്ട്സ് ഹൽവ. 1 കിലോൻ്റെ അച്ചാണിത്. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഹൽവ. ഡ്രൈ ഫ്രൂട്ട്സ് ഹൽവ ഇത് കണ്ടോ? ശരിക്കും ഇത് ഒരു ദിവസത്തേക്ക് അങ്ങ് വെച്ചേക്കാല്ലേ നമ്മൾ ചെയ്ത ഈ ഹൽവ. അല്ലാണ്ട് കഴിക്കാനല്ലേ സോഫ്റ്റ് ഉണ്ട്. ഒരു ദിവസത്തേക്ക് അങ്ങ് സെറ്റാക്കും. അത് കാരണം മൊത്തം ചൂടും പോകണം. ഹൽവ ടൈറ്റായിട്ട് വരും. ടേസ്റ്റിയായി വരും. ഇപ്പം തന്നെ നല്ല ഇഷ്ടമുണ്ട്. ഇത് എന്നിട്ടേ പാക്ക് ചെയ്യുള്ളൂ. ഇത് കറക്റ്റ് 1 കിലോ തന്നെയാണ്. 1 കിലോത്തിൻ്റെ അല്ലേ? ഇവിടെ ഇങ്ങനെ മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ സെറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ പാക്ക് ചെയ്ത് അങ്ങ് വിടുകയാണ്. നമ്മുടെ കോഴിക്കോട് ഹലുവ കഴിക്കാൻ വേണ്ടി ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നല്ല സീസണാണിത്. സീസൺ ടൈമാണ്, ശബരിമല ടൈമാണ്. അപ്പോൾ ഹലുവ മറ്റേ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അങ്ങ് നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒബ്വിയസ്ലി ഇപ്പോൾ വിദേശത്തു നിന്നും പലരും വന്ന് ഹലുവ ഇവിടെ നമ്മുടെ കോഴിക്കോട് ഹലുവ കൊണ്ടുപോകുന്നുണ്ട്. കാരണം ടേസ്റ്റ് തന്നെ കാര്യം. ഒരുപാട് കഠിനമായിട്ട് അധ്വാനമുണ്ട്. നമ്മൾ കണ്ടില്ലേ, വിറകിൻ്റെ ചൂടിലിരുന്ന് നന്നായിട്ട് ഇളക്കി കുറുക്കി എടുത്തിട്ട് ആ ചൂടോടെ തന്നെ അച്ചിലിട്ട് ഇങ്ങനെ ഒരു ദിവസം വെച്ച് അധ്വാനമൊക്കെ ഉണ്ട് ശരിക്കും. നല്ലൊരു അധ്വാനമാണ്. അതിന് തന്നെയാണ് ടേസ്റ്റും അല്ലേ ഇക്ക? എന്നാലും ഇക്ക വളരെ നന്ദിയുണ്ട് നമുക്ക് ഈ അലുവ ഉണ്ടാക്കണതും അലുവ കഴിക്കാനും പറ്റുകയും ചൂടോടെ കഴിക്കണം. അത് വേറെ ടേസ്റ്റ്. അത് പിന്നെ പറഞ്ഞു അത് പറ്റുമെങ്കിൽ കഴിച്ചു നോക്ക് എന്നും പറഞ്ഞ് ചീനച്ചട്ടി ചൂടാക്കി കഴിക്കുന്നത് ചുമ്മാ പറഞ്ഞാൽ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ്. എന്നാലിക്ക വളരെ നന്ദി. എല്ലാത്തിനും ഒന്നും കൂടി നന്ദി വീണ്ടും ഞാൻ പറയാണ്. ഞാനത് കഴിച്ചോണ്ടേ എങ്ങനെ ഇരിക്കും. ഹലുവ എന്തായാലും എനിക്ക് കുറച്ച് തരണം, വീട്ടിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ഞാൻ എന്തായാലും ഇറങ്ങാണ്. ഇതെല്ലാം എടുത്തിട്ടാണ്.